ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് ചോറിന് വേണ്ടി ഞൊടി ഇടയ്ക്കുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ 2 മിനിറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഇഷ്ടമല്ലാത്ത മലയാളം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ പപ്പടവും മലയാളിയുടെ ഇഷ്ട വിഭവമാണ്. അപ്പോൾ നമുക്ക് പപ്പടം കൊണ്ടൊരു ചമ്മന്തി ആയാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ചോറുണ്ണാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതേപോലെ തന്നെ കഞ്ഞി കുടിക്കാനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പപ്പടം ചമ്മന്തി ചെയ്യാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഒരു 10-12 ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്ന ഉള്ളിക്ക് പകരം സവാള ഉപയോഗിച്ചാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ചുവന്ന ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ ഉള്ളിയൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് വഴന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 4 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 എണ്ണം ചേർക്കുന്നുണ്ട്. പക്ഷെ ചമ്മന്തി ആക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു 3 എണ്ണം ചേർത്ത് അരച്ചിട്ട് എരിവ് കുറവാണെന്ന് തോന്നിയാൽ മാത്രം 4ാമത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് തണുത്തിട്ട് നമുക്കൊന്നങ്ങ് വിപ്പ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒന്നങ്ങ് ചതഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 പപ്പടം ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ പപ്പടമാണേ. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ യമ്മി പപ്പടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.